അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നുകൾ അത് മറ്റൊരു വർഗമാണ്. ആ ജിന്ന് വർഗത്തിന് മനുഷ്യരെക്കാളും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട്. മനുഷ്യർക്കാണോ ജിന്നുകൾക്കാണോ ശ്രേഷ്ഠത കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് മനുഷ്യർക്കാണ് കൂടുതൽ. ജിന്നുകളെക്കാളും ശ്രേഷ്ഠത കൂടുതൽ മനുഷ്യർക്കാണ്. എന്നാൽ മനുഷ്യർക്ക് കഴിയാത്ത വ്യത്യസ്തമായ ചില കഴിവുകൾ ജിന്നുകൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ജിന്നുകളെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, പുകയില്ലാത്ത തീയിൽ നിന്നാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെക്കാളും വേഗത്തിലുള്ള സഞ്ചാരങ്ങളും ചില പ്രത്യേകമായ കഴിവുകളും അവർക്കുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ജിന്നിന് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാൻ കഴിയും, മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ ജിന്നുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും, ഞരമ്പുകളിലൂടെ സഞ്ചരിക്കാൻ ജിന്നിന് കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ കയറിപ്പറ്റാനും മനുഷ്യൻ്റെ ആധിപത്യം സ്ഥാപിക്കാനും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇടപെടലുകളിൽ സ്വാധീനം ചെലുത്താനും ജിന്നിന് കഴിയുമെന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ജിന്നിനുള്ള പ്രത്യേകതമായ മറ്റൊരു കഴിവാണ് പെട്ടെന്ന് യാത്ര ചെയ്യുക എന്നുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ആഫ്രിക്കയിലോ ഒക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയി വരാൻ ജിന്നുകൾക്ക് കഴിയും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് അറിയാൻ കഴിയും, ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം 2 മാസം വഴിദൂരമുള്ള അപ്പുറത്ത് കൊട്ടാരത്തിൽ പൂട്ടിയിട്ട സിംഹാസനം, ആ സിംഹാസനം സുലൈമാൻ നബിയോട് പറഞ്ഞു, നിങ്ങൾ ഈ മക്കാമിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ഇങ്ങോട്ട് എത്തിച്ചു തരാമെന്ന് ജിന്ന് വർഗത്തിലെ പ്രധാനിയായ ഇഫ്രീത്ത് പറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് മനുഷ്യരെക്കാളും വേഗത്തിൽ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ആകാശത്തേക്കുള്ള യാത്രകൾ, ആകാശത്തേക്കുള്ള പെട്ടെന്നുള്ള യാത്രകൾ ജിന്നുകൾക്ക് കഴിയും. ആകാശത്ത് പോയി മലക്കുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടി ജിന്നുകൾ ശ്രമിക്കുകയും പിശാചുക്കൾ ശ്രമിക്കുകയും അവരെ എറിഞ്ഞോടിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രത്യേകത മനുഷ്യന് കഴിയാത്ത ചില പ്രത്യേകമായ കാര്യങ്ങൾ ജിന്നുകൾക്ക് കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ അവർക്കുള്ള മനുഷ്യരെക്കാളും പെട്ടെന്ന് സാധിക്കുന്ന മറ്റൊന്നാണ് ചില ബിൽഡിംഗ് പോലത്തെ എടുപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളത്. ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ വലിയ കൊട്ടാരങ്ങളോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങളിൽ തന്നെ ആ വിഷയങ്ങളൊക്കെ ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ചില പള്ളികൾ നിർമ്മിച്ചതായിട്ടും ചില നിർമ്മാണങ്ങൾ നടത്തിയതായിട്ടും ജിന്നുകൾ നിർമ്മിച്ച പള്ളി, ജിന്നുകൾ നിർമ്മിച്ച ബിൽഡിങ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മനുഷ്യർക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന കൊത്തുപണികളോടുകൂടെയുള്ള വലിയ വലിയ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യ കഴിവുകൾക്ക് അപ്പുറത്തുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവരൊരൊറ്റ രാത്രി മണിക്കൂറുകളെ കൊണ്ട് നിർമ്മിച്ച ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അവർക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് പല വ്യത്യസ്തമായ രൂപങ്ങളിലേക്കും കോലം മാറാൻ കഴിയുമെന്നുള്ളത്. പല രൂപങ്ങളിലേക്കും കോലം മാറാൻ ജിന്നുകൾക്ക് കഴിയും. നായ ഉൾപ്പെടെ, പന്നി ഉൾപ്പെടെ, പാമ്പ്, അതുപോലെ തന്നെ മറ്റുള്ള ജന്തുക്കൾ, ഈ രൂപത്തിലൊക്കെ കറുത്ത നായകളായിട്ട് ജിന്നുകൾക്ക് രൂപാന്തരപ്പെടാൻ കഴിയും. കറുത്ത പൂച്ചകളായിട്ട് രൂപാന്തരപ്പെടാൻ കഴിയും. എല്ലാ കറുത്ത നായ്ക്കളും കറുത്ത പൂച്ചകളും ജിന്നുകളാണ് എന്നൊരിക്കലും ചിന്തിക്കേണ്ടതില്ല. ആ രൂപങ്ങളിലേക്ക് മാറാൻ അവർക്ക് കഴിയും. പാമ്പിന്റെ കോലത്തിലേക്കും പട്ടിയുടെ കോലത്തിലേക്കും പശുവിന്റെ കോലത്തിലേക്കും ഒക്കെ മാറാൻ കഴിയും. എന്തിനേറെ മനുഷ്യരുടെ രൂപത്തിലേക്ക് തന്നെ മാറാൻ കഴിയും. നമ്മളെ അതേ ട്രൂപ്പായി, നമ്മുടെ അതേ കോല രൂപാന്തരപ്പെട്ട് അവർ ആളുകളെ പറ്റിക്കാൻ കഴിയും. അപ്പോൾ മനുഷ്യന്റെ കോലത്തിലേക്കും രൂപത്തിലേക്കും മാറാൻ പോലും ജിന്നുകൾക്ക് കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ഇത്തരം ധാരാളം മനുഷ്യർക്ക് കഴിയാത്ത അല്ലെങ്കിൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ചില വ്യത്യസ്തമായ കഴിവുകളെ കൊണ്ട് അള്ളാഹു പടച്ചിട്ടുള്ള ഒരു വർഗമാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. അവർ മനുഷ്യരെക്കാളും മേലെയല്ല, അവർ മനുഷ്യരെക്കാളും താഴെയാണ്. ഈ ജിന്നുകൾ കൂടിയ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ജിന്നുകൾ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് പ്രയാസമുണ്ടാക്കുന്നവർ, ശല്യം ചെയ്യുന്നവർ, അതുകൊണ്ട് മാനസികമായി പോയവർ, അതുകൊണ്ട് രോഗികളായി മാറിയ ആളുകൾ, ഈ ജിന്നുകളെ സേവിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇങ്ങനെ പലതരത്തിലും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഏർവാടി പോലത്തെ ചില ദർഗകളിലൊക്കെ പോയാൽ കാണാൻ കഴിയും. ഏർവാടിയിലൊക്കെ ജിന്ന് കയറിയ അല്ലെങ്കിൽ ശൈത്താൻ കയറിയ ആളുകൾ അവിടെ വന്ന് ആ ദർഗയിലുള്ള ഉപ്പാപ്പയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പിശാചിനെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടുന്ന കാഴ്ചകളൊക്കെ ഏർവാടിയിൽ നമുക്ക് പോയാൽ കാണാൻ കഴിയും. അങ്ങനെ ചില മന്ത്രങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ആ പിശാചുകളെ അല്ലെങ്കിൽ ജിന്നുകളെ ഇറക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചില പ്രത്യേകമായ കഴിവുകളെ കൊണ്ട് സൃഷ്ടിച്ച ആളുകളാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ അവരെ പേടിക്കേണ്ടതില്ല, അവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ല. കോലം മാറാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയും എന്നൊന്നും അർത്ഥമില്ല. ചുരുക്കത്തിൽ ജിന്നുകൾ എന്ന് പറയുന്നത് അതൊരു വിഭാഗം ആണ്, ഒരു വർഗമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. അവർ മനുഷ്യരുടെ സൃഷ്ടിപ്പിൽ മനുഷ്യരെക്കാളും ആദരവ് കൊണ്ട് താഴെയുള്ളവരാണ്. അവർ തീ കൊണ്ടാണ് അവരെ അള്ളാഹു പടച്ചിട്ടുള്ളത്.
മനുഷ്യർക്ക് അപ്പുറത്തുള്ള ചില പ്രത്യേകമായ കഴിവുകൾ അവർക്കുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ജിന്നുവർഗം അവരെ ഭയപ്പെടാതെ ജീവിക്കുക, അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ഷർറുകളിൽ നിന്നൊക്കെ, അവരിൽ നിന്നുണ്ടാകുന്ന ഷർറുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്തരം ഷർറുകളിലും ചതിയിലും പെടാതെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെയും സന്താന പരമ്പരകളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അത്തരം ഷർറുകളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.